നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി കോൺഗ്രസ് വലിയ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനി 90 ദിവസം മാത്രം അനീതിയുടെ കസേരകൾ ഇളകും. കടക്ക് പുറത്ത ക്യാമ്പയിനുമായി കോൺഗ്രസ് രംഗത്ത് വരികയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ മാധ്യമപ്രവർത്തകർക്കെതിരെ ഉപയോഗിച്ച ഒരു വാക്കാണ് കടക്ക് പുറത്തെന്ന്. അതേ വാക്ക് ഇടതു സർക്കാരിനെതിരെ ഉപയോഗിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അതിന്റെ ക്യാമ്പയിന് ആരംഭിച്ചിരിക്കുന്നത്. 10 വർഷമായി കേരളത്തിൽ അധികാരത്തിന് പുറത്തുള്ള കോൺഗ്രസിന് ഇത്തവണ ഭരണം പിടിച്ചേ മതിയാവൂ. ജീവൻ മരണ പോരാട്ടമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 2 തവണയായി കേരളം അടുപ്പിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന് ഭരണം നിലനിർത്തണം. എന്നാൽ പ്രതിപക്ഷമായ കോൺഗ്രസിന് ഭരണം തിരിച്ചുപിടിക്കണം. ഇരു മുന്നണികളും ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്ത സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കാൻ രാവു പകലാക്കി പോരാട്ടം നടത്തുമ്പോൾ ആർക്കനുകൂലമായി കേരളം ചിന്തിക്കുമെന്നാണ് കണ്ടറിയാനുള്ളത്. മികച്ച സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി സംസ്ഥാനത്തുടനീളം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചാൽ ഇത്തവണ 100-ലധികം സീറ്റുമായി അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടലും പ്രതീക്ഷയും. എന്നാൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി വോട്ടാക്കി മാറ്റാൻ കഴിയുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ജനങ്ങൾ തങ്ങളെ അംഗീകരിക്കുമെന്നാണ് CPM-ന്റെ കണക്കുകൂട്ടലും പ്രതീക്ഷയും. തീർന്നില്ല. ഇടതു വലതു മുന്നണികൾ മാത്രമല്ല ഇപ്പോൾ കേരളത്തിൽ ഭാഗ്യം പരീക്ഷിക്കുന്നത്. മൂന്നാമത്തെ ഒരു ശക്തിയായി NDA കൂടി കടന്നു വരികയാണ്. 22ഓളം മണ്ഡലങ്ങളിൽ പ്രബലമായ ശക്തിയാണ് ഇപ്പോൾ NDAയും BJPയും. തിരുവനന്തപുരം ജില്ലയിലടക്കം മിക്ക മണ്ഡലങ്ങളിലും ശക്തമായ സാന്നിധ്യം BJPക്ക് ഉണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു കോർപ്പറേഷൻ ഭരണം, അത് സംസ്ഥാന തലസ്ഥാനത്തിന്റെ കോർപ്പറേഷൻ ഭരണം പിടിച്ചതിന്റെ ആത്മവിശ്വാസം തന്നെയാണ് BJPയുടെ കൈമുതൽ. ദേശീയ നേതാക്കന്മാരെ വരെ ഇറക്കിക്കൊണ്ട് ഇത്തവണ കേരള രാഷ്ട്രീയത്തിൽ കളം നിറയാൻ BJP കൂടി ശ്രമിക്കുമ്പോൾ ചില മണ്ഡലങ്ങളിലെങ്കിലും ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുക എന്ന കാര്യത്തിലും തർക്കമില്ല. ആർക്കനുകൂലമായി കേരളം ചിന്തിക്കും? കടക്ക് പുറത്തെന്ന് കേരളത്തിലെ ജനം ഇടതു സർക്കാരിനോട് പറയുമോ? അതോ 10 വർഷത്തെ ഭരണം വിലയിരുത്തി ഇടതുമുന്നണിക്ക് മൂന്നാമതും ഒരു അവസരം നൽകുമോ? BJP ഈ തെരഞ്ഞെടുപ്പിൽ കറുത്ത കുതിരകളായി മാറുമോ? വിശദമായി പരിശോധിക്കാം. സൗപർണിക PS ആണ് കൂടെയുള്ളത്. അതായത് സംസ്ഥാനം ഒരു പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ 3 മുന്നണികൾ, ഇടതുമുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും NDAയും മികച്ച പോരാട്ടം നടത്തി ഇത്തവണ തങ്ങൾക്ക് അനുകൂലമുള്ള ഒരു ഫലമാക്കി മാറ്റാം തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. CPM-നെ സംബന്ധിച്ചിടത്തോളം, ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം 10 വർഷമായി അവർ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 10 വർഷത്തെ ഭരണം വിലയിരുത്തി, ആ 10 വർഷത്തെ വികസനം വിലയിരുത്തി ഒരു ഭരണ തുടർച്ചയ്ക്ക് വോട്ട് നൽകണമെന്നാണ് CPM-ഉം ഇടതുമുന്നണിയും ആവശ്യപ്പെടുന്നത്. എന്നാൽ 10 വർഷമായി കേരളം ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതുമുന്നണി സർക്കാർ. കേരളത്തിന്റെ സമസ്ത മേഖലയും പരാജയപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മേഖല, വിദ്യാഭ്യാസ വകുപ്പ്, അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രബലമായ വകുപ്പുകളെല്ലാം പരാജയത്തിന്റെ പടുകുഴിയിൽ എത്തി നിൽക്കുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ ദേശീയപാത നവീകരണം തങ്ങളുടെ പേരിലാക്കി മാറ്റി റീൽസിൽ മാത്രം ജീവിക്കുന്ന ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് കേരളത്തിലുള്ളതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ടൂറിസം മേഖല തകർന്ന് തരിപ്പണമായിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖല ആന കയറിയ പിഞ്ഞാണക്കട പോലെ തകർന്നെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ആരോഗ്യ മേഖലയിൽ കേരളത്തിലെ സാധാരണക്കാരൻ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിലടക്കം ഒരു പാരസെറ്റമോൾ ഗുളിക പോലും കൊടുക്കാൻ കഴിയാത്ത തരത്തിൽ അതപ്പതിച്ചെന്ന് കേരളത്തിലെ പ്രതിപക്ഷം പറയുന്നു. നമുക്കറിയാം, ആശുപത്രികളിൽ നിന്ന് നിരന്തരമായി ചികിത്സാ പിഴവിന്റെ വാർത്തകൾ പുറത്തു വരികയാണ്. പാലക്കാട് ജില്ലയിൽ ഒരു 9 വയസ്സുകാരുടെ കൈ മുറിച്ചു മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സംസ്ഥാന തലസ്ഥാനത്ത് മതിയായ ചികിത്സ കിട്ടാതെ ശ്വാസം മുട്ടലുമായി ആശുപത്രിയിലെത്തിയ രോഗിക്ക് മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഒരു വാർത്ത പുറത്തു വരുന്നു. തൊട്ടിപ്പുറത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സർജറി നടത്തിയ കത്തി ഗർഭപാത്രത്തിൽ വെച്ച് തുന്നിച്ചേർക്കുന്ന ഒരു സാഹചര്യം. അർഷിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഒരു യുവതി നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തിയിട്ട് നാളുകളേറെ. തൊട്ടപ്പുറത്തെ മുക്കത്ത് നിന്ന് ഒരു സ്ത്രീയുടെ വയറ്റിൽ ഓപ്പറേഷന് ശേഷം തുന്നുന്ന നൂല് അതിൽ വയറ്റിൽ വെച്ച് തുന്നിച്ചേർക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ചികിത്സാ പിഴവിന്റെ വ്യാപകമായ വാർത്ത. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ ദാരുണമായി മരണപ്പെടുന്നു. സർവ്വമേഖലയും പരാജയപ്പെട്ട ഒരു സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ആ സർക്കാരിനെതിരായ ജനവികാരം അതിശക്തമായി ഉണ്ട് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു ലക്ഷ്യവും. ഈ പ്രചരണത്തിലൂടെ ഇത്തവണ തങ്ങൾക്ക് അനുകൂലമായി വോട്ട് ലഭിക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടലും പ്രതീക്ഷയും. എന്നാൽ മറുഭാഗത്ത് CPM പറയുന്നത് 10 വർഷമായി സമാനതകളില്ലാത്ത വികസനമാണ് കേരളത്തിൽ നടക്കുന്നത്. ഈ വികസന പ്രവർത്തനത്തിന്റെ തുടർച്ചയ്ക്ക് ഞങ്ങൾ വോട്ട് ചോദിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കും. ആ അനുകൂലമായി ചിന്തിക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലമോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമോ അല്ല ഉണ്ടാകാൻ പോകുന്നത്.
ഐക്യ ജനാധിപത്യ മുന്നണിയെ BJPയെയും പരാജയപ്പെടുത്തി കേരളത്തിന്റെ മണ്ണിൽ മൂന്നാമതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ജനം ഒരു അവസരം കൂടി നൽകുമെന്നാണ് ഇടതുമുന്നണിയുടെയും CPMന്റെയും വിലയിരുത്തൽ. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ 3 മേഖലാ റാലികൾ 3 മേഖലാ ജാഥകൾ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു മേഖലാ ജാഥ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജാഥ, രണ്ടാമത്തെ ജാഥ ജോസ് കെ മാണി നയിക്കുന്നത്, ബിനോയ് വിശ്വം നയിക്കുന്ന ജാഥയും നാളെയും മറ്റന്നാളുമായി തുടങ്ങാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒരു യാത്രയുമായി കടന്നു വരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് നിന്നും ഫെബ്രുവരി 6-ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേതൃത്വം നൽകുന്ന യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം തന്നെ NDAയും കളം പിടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ചില മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മഞ്ചേശ്വരം, കാസർഗോഡ്, പാലക്കാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂര്, ചിറയൻകീഴ്, നേമം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, കഴക്കൂട്ടം, അതോടൊപ്പം തന്നെ പുനലൂര് തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം BJPക്ക് സ്വാധീനമുണ്ട്. ആ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ ഏത് വിധേനയും ഇത്തവണ ജയിച്ചു കയറുക എന്നത് മാത്രമാണ് BJPയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം മുൻനിർത്തി BJPയും കളം നിറയുമ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏതെല്ലാം വിഷയമാണ് ചർച്ചയാവുക, ആർക്കാണ് ഒരു മുൻതൂക്കം നമുക്ക് പ്രവചിക്കാൻ സാധിക്കുക? നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ മുതൽ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു കേരളത്തിന്റെ ട്രെൻഡും അല്ലെങ്കിൽ കേരളത്തിന്റെ മനസ്സും UDFനൊപ്പമാണ് അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പമാണ്. ഈ പറയുന്ന പോലെ ലക്ഷ്യം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ക്യാമ്പിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇനി കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന പരിപാടികൾക്കെല്ലാം ഒരു ടാഗ് ലൈൻ ഉണ്ടായിരിക്കും. ഈ പറയുന്ന പഴയ രീതിയിലുള്ള രീതിയല്ല ഫോളോ ചെയ്യാൻ പോകുന്നത്. ഈ പറയുന്ന ന്യൂജൻ അല്ലെങ്കിൽ ജെൻസികളെ ഒപ്പം കൂട്ടാൻ വേണ്ടി ഇത്തരം ടാഗ് ലൈനുകളൊക്കെ കൊടുത്തുകൊണ്ടായിരിക്കും പോകുന്നത്. അതിന്റെ ആദ്യ പരിപാടിയുടെ ടാഗ് ലൈനാണ് കടക്ക് പുറത്തെന്നുള്ളത്. ചേട്ടൻ ആദ്യം പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞതാണെങ്കിൽ കേരളത്തിലെ പൊതുജനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാരോടും MLAമാരോടും കടക്ക് പുറത്ത് എന്ന് പറയുമെന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു ടാഗ് ലൈനുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്നത് പോലെ കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്നത് ഇടതു സർക്കാരാണ്. ഇടതു സർക്കാർ വലിയ പ്രതീക്ഷയുണ്ട് അവരുടെ വികസന നേട്ടങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് വിജയിക്കാമെന്നുള്ളത്. അങ്ങനെ വരുമ്പോ എന്ത് വികസന നേട്ടമാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താണ് ഈ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുവന്ന പരിപാടികളല്ലാതെ അല്ലെങ്കിൽ പദ്ധതികളല്ലാതെ ഈ 10 വർഷമായി PM ശ്രീയിൽ ഒപ്പുവെച്ചത്, അല്ലെങ്കിൽ രാഖി രാമായണം PM ശ്രീയിൽ ഒപ്പുവെക്കാൻ തുനിഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങളല്ലാതെ എന്ത് വികസന പദ്ധതികളാണ് ഇവർ ഈ പറയുന്ന കേരയിൽ പോലുള്ള അവർക്ക് ലാഭം അല്ലെങ്കിൽ പാർട്ടിയെ വളർത്താൻ പാർട്ടിക്ക് ലാഭമുണ്ടാക്കുന്ന പദ്ധതികൾ മാത്രമാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് പോലും. അത് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ പോലുമല്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് കൊണ്ടുവന്ന വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത് ഒരിക്കലും ഇടതുമുന്നണിയുടെ പദ്ധതിയെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ എന്ത് പദ്ധതിയാണ് ഈ 10 വർഷമായി കൊണ്ടുവന്നത്? ഈ പറയുന്ന പോലെ എല്ലാ മേഖലകളും, ആരോഗ്യ മേഖല ആകട്ടെ, വിദ്യാഭ്യാസ മേഖലയുടെ ആഭ്യന്തര വകുപ്പ് പോലും ഇത്രത്തോളം കുത്തഴിഞ്ഞ ഒരു വർഷം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇത്രത്തോളം കുത്തഴിഞ്ഞ അവസ്ഥ ഉണ്ടായിട്ടില്ല. അത്തരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ 10 വർഷം ഇവർ എന്ത് വികസന നേട്ടമാണ് മുന്നോട്ട് വെച്ചുകൊണ്ട് വിജയിക്കുമെന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇപ്പോഴും CPMനെയും പാർട്ടിയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. അതിലും തർക്കമില്ല. ഈ പറയുന്ന പോലെ BJP കഴിഞ്ഞ ദിവസത്തെ ബജറ്റിൽ പോലും BJP പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ BJP കേരളത്തോട് പറയാൻ ശ്രമിച്ചത് എന്താണ്, ഞങ്ങളെ ജയിപ്പിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സമാധാനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ടതൊന്നും ഞങ്ങൾ തരില്ല, ഞങ്ങൾ തടഞ്ഞു വെക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഭീഷണിയുടെ സ്വരവുമായാണ് മറുവശത്ത് BJP വരുന്നത്. ഇതെല്ലാം കേരളത്തിലെ പൊതുജനം കാണുന്നുണ്ട്, അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 3 മുന്നണികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഈ പറയുന്ന പോലെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് അനുകൂലമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്. പക്ഷേ പാർട്ടിക്കകത്ത് പടലപ്പിണക്കങ്ങളോ വിമതശല്യമോ ഉണ്ടായാൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഭരണമാറ്റത്തിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ള ഓർമ്മിപ്പിക്കുന്ന പോസ്റ്ററുകളാണ് കോൺഗ്രസ് സോഷ്യൽ മീഡിയ വിഭാഗം പങ്കുവച്ചിരിക്കുന്നത്. അനീതിയുടെ കസേരകൾ ഇളകും, ഇനി കടക്ക് പുറത്ത്, കാലം എന്ന ശക്തമായ ക്യാപ്ഷനോട് കൂടിയാണ് ഈ പോസ്റ്റർ. അണികൾക്കിടയിലും ഈ പോസ്റ്റർ ഒരു തരംഗമായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ ഭരണവിരുദ്ധ വികാരങ്ങളെയും മുഖ്യമന്ത്രിയുടെ മുൻകാല പരാമർശങ്ങളെയും കോർത്തിണക്കി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് കോൺഗ്രസ് ഈ നീക്കത്തിലൂടെ ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമായ സൈബർ പോരാട്ടങ്ങൾക്ക് ഈ ക്യാമ്പയിൻ വഴി തുറക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും കോൺഗ്രസിന്റെ ക്യാമ്പയിൻ ജനം ഏറ്റെടുക്കുമോ, അതോ CPMന്റെ മുദ്രാവാക്യം ജനങ്ങൾ ഇരുകൈ നീട്ടി കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ സ്വീകരിക്കുമോ? BJPക്ക് കറുത്ത കുതിരകളാകാൻ കഴിയുമെന്നെല്ലാം തന്നെ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാകൂ. എന്തായാലും നേരിയ എഡ്ജ് ഇപ്പോഴും കോൺഗ്രസിനുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആ എഡ്ജ് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട്. അത് വോട്ടാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിയണം. അത്തരത്തിൽ കഴിഞ്ഞാൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല.